ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാഫിയ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോകാൻ പോവാട്ടോ ഗൈസ്. നമുക്ക് പോവാം. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചോളി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ ആര്യവേപ്പിൻ്റെ മരങ്ങൾ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ആര്യവേപ്പിൻ്റെ മരങ്ങൾക്കൊക്കെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗ്രാൻഡ് മോസ്ക് സുഹൈക്കിലെ പള്ളി കണ്ടു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടാലോ, എന്നാലും ഒരു വട്ടം കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അതാണ് ഗൈസ് നമ്മുടെ സുഹൈക്കിലെ ഗ്രാൻഡ് മോസ്ക് പള്ളി എന്ന് പറയുന്നതിൽ ഒരേ സമയം 5000 പേർക്ക് വരെ നമസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഗൈസ്. കാരണം നല്ല ഭംഗിയുണ്ട്, നല്ലൊരു നമുക്കൊരു ഭംഗിയുള്ളൊരു പള്ളി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ പള്ളി കാണാനായിട്ടോ ഗൈസ്. അപ്പം നമുക്ക് പോവാം. അപ്പം അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിങ്ങനെ കടപ്പുറത്ത് എത്തി കേട്ടോ. അവിടെ നമ്മളെ പൂച്ച സാറൊക്കെ കാത്തിക്കുന്നുണ്ടേ, മീൻ കിട്ടുമോ? അപ്പോൾ ഗൈസ് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് നല്ല പേടിയാവാണ്. ഞാൻ കടലിലേക്ക് വിഗുവോ സിയ ഒരു കൂസലും ഇല്ലാതെ മണ്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ആൾക്കാർ ഇതേ ബോട്ട് ക്ലീൻ ചെയ്യാമെന്ന് തോന്നുന്നു. ബോട്ടിൽ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത് വീണ്ടും മീൻ പിടിക്കാൻ പോയി വരികയെന്ന് തോന്നുന്നു. അവിടെ അതേ കുറേ പേര് വലയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ ബോട്ട് ക്ലീനിങ് ആണ്. അപ്പുറത്ത് വല ഇതാക്കണം. എൻ്റെ പൂച്ച സാർ ഇങ്ങനെ വണ്ടി അടക്കുക, മീനുണ്ടോ. അപ്പം അതേ അവിടെ ഒരു മീൻ കിടന്ന് പെടക്കുന്നു. ഒരു കാക്ക അതിനെ എടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ആകെപ്പാടെ കാറ്റും കൊണ്ട് ഒരു ഇതായി നിൽക്കുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നമുക്കതൊക്കെ കാണും. മീനിനെ അങ്ങനെ അടിയിൽ കൂട്ടത്തോടെ പോകുന്ന മീനിനെ വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ആൾക്കാർ അതേ മീനിനെ പിടിക്കുന്നുണ്ട്. അത് ചൂണ്ടലിടുക കേട്ടോ. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് തന്നെ മീൻ പിടിക്കുന്ന ആ ഒരു ഭാഗം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല സുന്ദരമായൊരു കടൽ തീരം വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ ഗൈസ്. ഞാൻ ഇങ്ങനെ നോക്കിക്കുക ഇവിടെ ഒരു കാക്ക മീൻ പിടിക്കുന്നത്. ഇവിടെയൊക്കെ ലൈവായിട്ട് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ. നിങ്ങൾ ഇതൊക്കെ കണ്ടോ ഗൈസ്. നല്ല ഒരു ബ്രൈറ്റ് നല്ല ഇതായിട്ട് നല്ല ഒരു വെയിലുണ്ടെന്ന് തോന്നിക്കും. പക്ഷേ നല്ല തണല് പോലുള്ള കാറ്റുള്ളൊരു ബീച്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ ഗൈസ്. ഇവിടെ തോന്നെ മീൻ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നല്ല കാക്ക മീൻ പിടിക്കുന്ന നോക്ക്. ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് മറ്റേ അത് ചൂണ്ടലും കൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് മീൻ കിട്ടി. നമ്മളൊക്കെ അത് പോയി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മീൻ പോയിട്ട് മീനിൻ്റെ അത് പോലും കിട്ടത്തില്ല ഗൈസ്. അതേ അവിടെ ഒരു കാക്ക ഗൈസ് മീൻ കിട്ടി. നല്ല സൂപ്പർ പെടക്കുന്ന മീൻ. പെടക്കുന്ന ബക്കറ്റിലൊക്കെ കണ്ടോ ഗൈസ്, എത്ര മീനാണ് അതുള്ളതെന്ന്. ഈ മീനെ തന്നെ അവർ ഈ മുള്ള് ഒഴിവാക്കി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചൂണ്ടലുമേ വെക്കുകയാണ്. ഇവിടെ ഒരു ബോട്ടിൻ്റെ ടീം അതേ ബോട്ട് പോവുകയാണ് ഗൈസ് നമ്മുടെ മീൻ പിടിക്കാൻ. ഞാൻ ഒരു മീനിനെ രക്ഷിച്ച അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. ഒരു മീൻ കടന്നങ്ങനെ പെടയായിരുന്നു. അവർ ഈ വലിയ മീനെടുത്തിട്ട് ചെറിയ മീൻ അങ്ങ് എറിയും. അപ്പം പിന്നെ നമ്മുടെ പൂച്ച സാറിന് കുശാലായല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ ആ മീനിനെ രക്ഷിച്ചു. തോനെ ചത്ത മീനുണ്ടായിരുന്നു. ഒരു മീനിനെ ഇട്ടെടുത്തു കേട്ടോ മീനിന്. പക്ഷേ അവരൊന്നും കഴിക്കുന്നില്ല. എന്താ കാരണം നിങ്ങൾക്കറിയോ? അവർക്ക് സ്ലൈസായിട്ട് മുള്ളു മാറ്റി കട്ട് ചെയ്യണമല്ലോ, എന്നാലും ഇപ്പം ഇവിടുത്തെ മീനൊക്കെ കഴിക്കത്തുള്ളൂ. അടിപൊളി. ഞാനിങ്ങനെ ഇടണോ വേണ്ടേ എനിക്ക് ഉത്തരക്ക. അതേ ഒരു കാക്ക ഞാൻ ഇട്ടു കേട്ടോ, എന്നിട്ട് പൊന്തിക്കിടക്കുക, താവുന്നില്ല അത് കണ്ടു. അവിടെ ഒരു കാക്ക നല്ല എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു മീൻ പിടിക്കാൻ. ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. ആ കാക്കക്ക് വലിയ എനിക്ക് തോന്നുന്നു കിട്ടുന്നത് അയിലയാണെന്നാണ്. ഒരു മീഡിയം ഇതിലുള്ള അതൊക്കെ ഉണ്ടോ, അയിലയാണെന്നാണ് ആ മീനിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതേ അവിടെ നിലത്ത് തന്നെ കിടക്കുന്നുണ്ട് മീനൊക്കെ. അതൊക്കെ ചെറിയ മീനാണ്. അതാ ബക്കറ്റിൽ കിടന്ന് ഡും പറഞ്ഞ് പിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് ഈ പിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു പക്ഷേ അത് മസാല വെച്ച് ചട്ടിയിലാക്കുമ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. ആ പിടക്കണ വരുമ്പോൾ ഒരു ചെറിയ വിഷമം. അത് ചട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തിന്നലേക്കാരട്ടോ ഗൈസ്. നല്ല കാറ്റുണ്ട്.
കാറ്റത്ത് ഞങ്ങൾ ഇങ്ങനെ കാണാം. കാക്ക കണ്ടോ, രണ്ടാമത്തെ മീൻ പിടിച്ച്. നമ്മളൊക്കെയാണ് ഈ സമയത്ത് ഒരു മീനിനെ പോലും കിട്ടത്തില്ല. അത് അയിലയല്ലേ ഗൈസ്, അത് വേറെ എന്തോ മീനാണെന്ന് തോന്നുന്നു. മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഒരു നീണ്ട മീൻ, എന്താണെന്ന് അറിയത്തില്ല. ആ മീനും ഫ്രണ്ടായി, അവർ രണ്ടാളും ഫ്രണ്ടായി തല്ലുകൂടുകയാണ് കേട്ടോ ഗൈസ്. പെടഞ്ഞ് ഗൈസ്. മൂന്നാമത്തേത് രണ്ടാമത് കിട്ടിയത് തന്നെയാണ് ഗൈസ്. മൂന്നാമതും സെയിം സാധനമാണ് കിട്ടുന്നത്. ഏതാ മീനൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ എനിക്ക് തോന്നുന്നു 2 ചൂണ്ടയുണ്ടെന്നാണ്. രണ്ട് കൈമിലും ചൂണ്ടയുണ്ട് കേട്ടോ ഗൈസ്. അവരിങ്ങനെ പെട്ടിയിൽ ചൂണ്ട, കത്തുക, ഒരു മീൻ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടാ പോരുകയെന്ന് തോന്നുന്നു. അവരൊക്കത്തിനും സെറ്റായി പോരുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ അതേ കണ്ടോ, അതൊക്കെ ഷാർക്കിൻ്റെ കുഞ്ഞാണ് കേട്ടോ ഗൈസ്. ഞാൻ ഷാർക്കിൻ്റെ കുഞ്ഞിനെ കണ്ടേ. ഷാർക്കിനെ കാണാൻ എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഇതാണ്. പിന്നെ ആ കടലൊക്കെ കാണാൻ എന്തൊരു ബ്രൈറ്റ്നെസ്സാണ് ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഒരു ഒട്ടകവും അറബിയും ഒരു ഇതൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ചൂട് ചായയും കട്ട്ലേറ്റും കഴിക്കട്ടോ. കഴിക്കാൻ കഴിച്ച് വന്നപ്പോൾ അതാ ഗൈസ് സർപ്രൈസ് ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടകത്തിനെ കണ്ടു കേട്ടോ ഗൈസ്. ഒട്ടകം പുല്ല് കഴിക്കുകയാണ്. ഈ ഒരൊട്ടകം ഇങ്ങനെ തുറച്ച് നോക്കുന്നു. ഇതെന്ത് കുന്ത്രാണ്ടം വെച്ചാൽ ഇന്നിങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ, കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അറിയാതെ നിന്നേക്കാം ഗൈസ്. ഞാൻ വണ്ടി പോയി ചാടുകയാണ്. ഞാൻ ഒട്ടകത്തിനെ കണ്ടേ ചാടുകയാണ് കേട്ടോ ഗൈസ്. എനിക്ക് സന്തോഷമായി, എനിക്ക് എന്തൊക്കെയോ പോലെയാവുക. ഞാൻ ഒട്ടകത്തിനെ കണ്ടേറാണ്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണ്. ഞാൻ ഒട്ടകത്തിനെ കണ്ടു. ഒരൊട്ടകം മൈൻഡൊക്കെ പുല്ല് കഴിക്കാം എന്ന് നമ്മളിങ്ങനെ നോക്കുക, പുല്ല് കഴിക്കുക. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കാറുണ്ട്. ഒട്ടകങ്ങളൊക്കെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കാൻ വിളിച്ച് ഒരു 2 ഫോട്ടോ എടുത്തെന്ന് തോന്നുന്നു. 2-3 ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി മതി, ഇനി നമുക്ക് ആ ഫോട്ടോ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ്ട് നാട്ടിലെ ഫെസ്റ്റിവൽസിനൊക്കെ ഇതേപോലെയുള്ള ഇതിനൊക്കെ കണ്ടിട്ടുണ്ട്, ഒട്ടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വേറെ ഇതല്ലേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ മാർക്കറ്റിൽ പോയി. ഞങ്ങൾ സുഹൈക്ക് മാർക്കറ്റിൽ നിന്നാട്ടോ കൂടുതലായിട്ട് ഫ്രഷ് പച്ചക്കറികളൊക്കെ കിട്ടും. ഫ്രഷ് വെജിറ്റബിൾസാണ് ഫുള്ളും, ഒക്കെ ഫ്രഷ് വെജിറ്റബിൾസാണ്. പക്ഷേ അത് നല്ല വെണ്ടയ്ക്കൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കുക, അതൊക്കെ എന്താ സംഭവങ്ങൾ, ആരും എന്താ അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. നിറച്ച് കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഇല്ലെന്ന് തോന്നുന്നു. ഒക്കെ വെജിറ്റബിൾസാന്ന് തോന്നുന്നു. വെജിറ്റബിൾസ് പിന്നെ എന്താ, കോഴികൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നെസ്റ്റോക്ക് വന്നു. നെസ്റ്റോയിൽ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഈ മറ്റേ വാഴൻ്റെ പിന്നെ റാബിഷ് കണ്ടു കേട്ടോ ഗൈസ്. ഞാൻ തോന്നുന്ന വീഡിയോസിൽ റാബിഷ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാബിഷ് കണ്ടു. പിന്നെ പോയപ്പോൾ ഗൈസ് പൂളൻ്റെ വില ഒന്ന് നോക്കി നിങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന അതൊക്കെ മൺചട്ടിയാണ് കാണുന്നത്. പിന്നെ പിസ്താഷ്യ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഫെററോ റോഷൻ പറയാൻ കഴിയുന്നില്ല, ഫെററോ റോഷൻ. പിന്നെ ഞങ്ങളൊരു പാകിസ്ഥാനി ഹോട്ടലിൽ പോയി. ഒരു വെറൈറ്റിക്ക് വേണ്ടി പാകിസ്ഥാനി എന്നെ പിടിച്ചു കേട്ടോ. ഞങ്ങൾ ആകെപ്പാട് ആവശ്യമൊക്കെ കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഗൈസ് അവിടെ നിൽക്കുന്നത് എൻ്റെ ഉപ്പയുടെ ഫ്രണ്ടാട്ടോ, വൈശാഖാക്കിയാണ്. ഞാൻ കാക്കി അഷിയ കാക്കി അങ്ങനെ ഒരു ചെറിയ ഇത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കഴിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് തന്നു. ഞങ്ങൾ റൊട്ടിയും ചിക്കൻ കടായിയായിരുന്നു തന്നിരുന്നത്. പാകിസ്ഥാനി ഫുഡായിരുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി പാകിസ്ഥാനി പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ലെഗ് പീസിനെ നോട്ട് വെച്ചതായിരുന്നു. ആ ലെഗ് പീസ് ഞാൻ കഴിക്കലാക്കിയിട്ടുണ്ട് ഗൈസ്. നൈസിന് ഞാൻ ഒരു പീസ് എടുത്തിട്ടുള്ളായിരുന്നു. പീസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ റൊട്ടിയായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഒരു കട്ടി ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഗൈസ്. ലെഗ് പീസ് കിട്ടി ഗൈസ്. അവരുടെ ഓരോരുത്തരുടെയും ഒരു സ്നേഹം നിങ്ങൾക്കറിയാം. അവർ ഹിന്ദിയിലൊക്കെ സംസാരിക്കുക, പക്ഷേ അവർ കഷ്ടപ്പെട്ട ഇംഗ്ലീഷിലൂടെയൊക്കെ സംസാരിച്ച് നമ്മളോട്, അവിടുത്തെ ഓരോ ജോലിക്കാരും നമ്മളോട് പെരുമാറുന്നത് ഒരു നമ്മുടെ സ്നേഹത്തോടാണ്. ആ സ്നേഹം കണ്ടാൽ തന്നെ നമുക്ക് അത് കഴിക്കാൻ തോന്നും. ഞാനൊരു വായ കഴിച്ചതും
സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല കിഡിലും സോഫ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നൊരു ഇതിലൊക്കെ ഇരുന്ന് തോനെ ഫോട്ടോ എടുത്തു. അപ്പം നല്ല എടുത്തോലൊക്കെ ഗൈസ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്നാട്ടോ ഫുഡ് കഴിക്കുക.